ഇവിടെ എന്താണ് കൃപ എന്നാ? ഈ പത്രോസിന് കിട്ടുന്ന കൃപ. ഈ രണ്ട് വള്ളങ്ങൾ നിറച്ച് മത്സ്യം കിട്ടിയതല്ല കൃപ. അത് കൃപയല്ല. മത്സ്യം എങ്ങനെ കൃപയാകുന്നത്? അത് കഴിച്ച് കഴിയുമ്പോൾ തീർന്നു പോയാൽ തീർന്നു പോകുന്നതൊന്നും കൃപയല്ല. തീർന്നു പോകുന്നതും കൃപയല്ല, നിലനിൽക്കുന്നതാണ് കൃപ. അതാണ് വരങ്ങളും കൃപയും തമ്മിൽ വ്യത്യാസത. വരങ്ങൾ തീർന്നു പോകുന്നതാണ്, അത് കഴിഞ്ഞു തീർന്നു പോകും. പക്ഷെ കൃപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഈശോ തെരഞ്ഞെടുക്കുന്നതാണ് കൃപ. ശിക്ഷഗണത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നീ മനുഷ്യരെ പിടിക്കുന്നവനാവും, അതിന് കൃപയാണ്. നീ തിരഞ്ഞെടുക്കപ്പെടുകയാണ്, ശിക്ഷഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്, ദൈവമകനായിട്ട് ഉയർത്തപ്പെടുകയാണ് അവൻ. അപ്പോൾ അതാണ് കൃപ. അവനെ ദൈവം വിളിച്ചു തെരഞ്ഞ് അവൻ ഈശോയുടെ ശിക്ഷകടത്തിലേക്ക് വരിക, അവനെ അനുഗമിക്കുക, ഈശോയുടെ പിന്നാലെ പോവുക. കൃപയാണ് വലുത്. കൃപയായിരുന്നു വലുതെന്ന് ഈശോയെ അവിടെ ആ കൃപ നോക്കേണ്ടടുത്തും ഈശോയാണ് വലുത്. ഈശോ അതെന്ന് ഈ ഏറ്റവും കൂടുതൽ ഞാൻ ജനമൊക്കെ കൂടുമ്പോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എത്ര പേര് പലതും അച്ഛാ ജോലി കിട്ടിയുണ്ട്, ഇതിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ വായിക്കാണ്ട്, വലിയ സാക്ഷ്യങ്ങൾ വായിക്കാം. ഭയങ്കര അത്ഭുതം. സമയത്തുണ്ടായി രോഗശാന്തികൾ സംഭവം. അപ്പൊ ഈ ഇതെല്ലാം ഒന്ന് കിട്ടി. ഞാൻ ഒറ്റ ചോദ്യം എന്നോട് ചോദിക്കുകയെ, എത്ര പേർക്ക് ഈശോയെ കിട്ടി? എത്ര പേര് ഈശോയെ സ്വന്തമാക്കി? അല്ല, ഈശോ എത്ര പേരെ സ്വന്തമാക്കി? പത്രോസിന് 2 വള്ളം നിറച്ച് മത്സ്യം. നമ്മളാണ് 2 വള്ളം നിറച്ച് മത്സ്യം കണ്ടാൽ പിന്നെ ഈശോയുടെ ഗുഡ് നൈറ്റ്, പ്രൈസ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം, പ്രൈസ്. ഇതിന്റെ കാശൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ, ഇത് വഴി. അത് കൃപയല്ലത്.